ഭൂഖണ്ഡമായി നമ്മൾ അറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡം, മനുഷ്യനെ കൊന്നു തിന്നിരുന്ന, സംസ്കാരമില്ലാത്ത, സിവിലൈസേഷൻ കടന്നില്ലാത്ത ഒരു ഭൂഖണ്ഡമായിരുന്നു ആ കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡം. അവിടെ മനുഷ്യന് രൂപാന്തരം വരുത്തിയത് ഇന്നത്തെ ദിനങ്ങളിൽ ലോകരാജ്യങ്ങളിൽ നന്നായി നിൽക്കുന്ന ഒരു രാജ്യമായി, ഒരു ഭൂഖണ്ഡമായി തീർന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡം. പ്രിയപ്പെട്ടവരെ, അവരെ എങ്ങനെയാണ് മാറ്റം വന്നത്? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഈ സുവിശേഷത്തിന്റെ സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന ചേപ്പാട് നിവാസികളോട് ഞങ്ങൾക്ക് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിങ്ങളെ മാറ്റം വരുത്തുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്താണ് സുവിശേഷം? ഇതുവരെ ഉപദേശിച്ച് സുവിശേഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സുവിശേഷത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്താണ് എന്നൊരു ചോദ്യം നിങ്ങൾ ഞങ്ങളോട് ഉന്നയിച്ചേക്കാം. പറയാം പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്താണെന്ന് പറയാം. സുവിശേഷത്തിന്റെ അർത്ഥം നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. ഒരു നല്ല വാർത്തയാണ് കേട്ടോ. നമ്മുടെ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന നിരവധി വാർത്തകളുണ്ട്. ഒരുപക്ഷെ ചില സമയങ്ങളിലേക്ക്, ചില മണിക്കൂറുകളിലേക്ക് ആ നല്ല വാർത്തകളൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ചെന്നിരിക്കാം. പക്ഷേ അതിന്റെ അവസാനം നമുക്ക് പിന്നെയും നിരാശയാണ് കൈവരിക്കുവാൻ കഴിയുന്നത്. എന്നാൽ സുവിശേഷത്തിന് അങ്ങനെയല്ല കേട്ടോ. സുവിശേഷം സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയും. ആ സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യകുലം പാപം ചെയ്തു, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ശാപത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ സ്വത്താകുന്ന പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യൻ പാപികളായി തീർന്നു. അങ്ങനെ പാപത്തിൽ നിരപ്പിക്കപ്പെട്ടുപോയ മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണം പേറിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ മരണാനന്തരം മനുഷ്യൻ രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ സുവിശേഷം കേട്ട് അംഗീകരിക്കാത്ത ഒരു വ്യക്തി മരിച്ചുപോയാൽ ആ മനുഷ്യന്റെ ആത്മാവ് ചെന്നെത്തുന്ന മണ്ഡലം നിത്യ നരകമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് മനുഷ്യരെ സ്വയം രക്ഷപ്പെടുത്തുവാൻ മനുഷ്യന് കഴിയാതിരുന്നത് കൊണ്ട് ഇതാ മനുഷ്യനെ രക്ഷിപ്പാൻ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അത് വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിമോചകനായി മനുഷ്യകുലത്തിന്റെ പാപത്തെ പേറിക്കൊണ്ട് കാൽവരിയുടെ കൊലവരത്തിൽ മൂന്നാണിമേൽ തൂക്കപ്പെട്ടുകൊണ്ട് ആ ഗുരുവാനകുലത്തിന്റെ പാപത്തെ പേറി മനുഷ്യകുലത്തിന് വേണ്ടി ഒറയിലെയായി തീർന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി ദൈവമൊരുക്കിയ വഴിയുണ്ട്. ആ വഴിയുടെ പേരാണ് നിത്യരാജ്യം അഥവാ നിത്യത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മരണാനന്തരം മനുഷ്യന്റെ ആത്മാവ് ചെന്നെത്തുന്ന രണ്ട് വാതിലുകളുണ്ട്. ഒന്ന് നിത്യനരകം എന്ന് പറയുന്ന വാതിൽ, രണ്ട് നിത്യസ്വർഗം എന്ന് പറയുന്ന വാതിൽ. പ്രിയപ്പെട്ടവരെ, ഇത് തെരഞ്ഞെടുപ്പാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യകുലത്തിന് വേണ്ടി താണലോകത്തിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങളെ പേറിക്കൊണ്ട് മനുഷ്യന് കഴിയാതിരുന്ന പാപക്ഷമ വരുത്തുവാൻ വേണ്ടി തന്റെ യാഗത്തിൽ കൂടെ എന്നേക്കുമുള്ള യാഗമായി തീർന്നുകൊണ്ട് മനുഷ്യകുലത്തിനെ വീണ്ടെടുക്കുവാൻ കാൽവരിയുടെ കൊലവരത്തിൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് ഇതാ ദൈവത്തിന്റെ രാജ്യമാകുന്ന നിത്യതയിലേക്ക് മനുഷ്യകുലത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കി ആ ജീവന്റെ വഴിയിലേക്ക് പ്രവേശിപ്പാൻ ഇതാ മനുഷ്യകുലത്തിന് ഒരു വഴി ദൈവ സുവിശേഷത്തിൽ കൂടെ തുറന്നു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്റെ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാൽവരിയുടെ കൊലവരത്തിൽ മൂന്നാണിമേൽ തൂക്കപ്പെട്ടുകൊണ്ട് തന്റെ ജീവന് സകല മനുഷ്യകുലത്തിന്റെ പാപത്തിന് പകരമായി വെച്ചുകൊടുത്തുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണം തന്റെ യാഗമരണത്തിൽ കൂടെ നീക്കിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ, തന്റെ യാഗമരണത്തിൽ കൂടെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യം അഥവാ നിത്യതയിലേക്ക് സായുധ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇതാ കർത്താവായ യേശു ക്രിസ്തു ഒരു വഴിയൊരുക്കി. ആ വഴിയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അഗാധമായ ഗർഭത്തിൽ അകപ്പെട്ടിട്ട് ജീവിക്കുവാൻ, മുന്നോട്ട് അടിവെക്കുവാൻ കഴിയാതെ നിങ്ങൾ ഇവിടെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ സമാധാനം ഇല്ലെങ്കിൽ, നിങ്ങൾ അസമാധാനത്തിലാണ് പോകുന്നതെങ്കിൽ, നിങ്ങളെ എപ്പോഴും പ്രലോഭിപ്പിക്കുന്ന പാപത്തിന്റെ എന്തെങ്കിലും ചിന്തകൾ, പാപത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സഹോദര എത്ര നിങ്ങൾ ചിന്തിച്ചിട്ടും, സഹോദരി എത്ര നിങ്ങൾ വിചാരിച്ചിട്ടും നിങ്ങൾക്കത് ഉപേക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയാം, മനുഷ്യന് സ്വന്തം പ്രയത്നം കൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല. രക്ഷപ്പെടുവാൻ ഇതാ ഒരു മാർഗം, ഇതാ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ മനുഷ്യകുലത്തിന് അത് ഓഫർ ചെയ്യുന്നു, മനുഷ്യകുലത്തിന് വാഗ്ദാനം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ, ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമം.
പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല വിളിച്ചു പറയുന്നത്. ഞങ്ങളൊരു മതത്തിന്റെ സന്ദേശത്തിന് വേണ്ടി അല്ല ഇവിടെ വന്നത്. ഒരു കാലത്ത് യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഈ ഉലകത്തിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഭൂമിയിലെ ഈ രസത്തിന് വേണ്ടി ഓടിയ ഒരു പിന്നാമ്പുറക്കഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ച യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കണ്ടതായിട്ട് ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും നിങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ, മാറ്റം വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ മദ്യപാനമാകാം താങ്കളെ നശിപ്പിക്കുന്ന ആ പാപത്തിന്റെ വിഷവിത്ത്. ഒരുപക്ഷെ ആത്മഹത്യയുടെ പ്രേരണയാകാം താങ്കളെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ പാപത്തിന്റെ വിഷവിത്ത്. ഒരുപക്ഷെ കൊലപാതക ശ്രമമായിരിക്കാം താങ്കളെ ഒതുക്കുന്ന ശക്തി. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇതെല്ലാം ഉടലെടുക്കുന്നത് പാപത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. ഈ പാപത്തിന് പ്രേരിപ്പിക്കുന്ന പാപത്തിന്റെ ദൈവമാകുന്ന പിശാച് നിങ്ങളെ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയാണ്, നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് മോചനം നേടുവാൻ ഇതാ സുവിശേഷത്തിന്റെ സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വിളംബരം ചെയ്യുകയാണ്. രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചൊരു ചോദ്യം ബൈബിളിന്റെ അടുത്തുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുക, രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊന്നും ചെയ്യേണ്ട, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയാകും. എങ്ങനെ എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും? എങ്ങനെ എനിക്ക് യേശുവിന്റെ മകളായി തീരുവാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം മറുപടി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവനിതാ അധികാരം കൊടുത്തു. അതിന് ഒരു പുണ്യകർമ്മത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മനുഷ്യന്റെ പ്രവൃത്തികൾ ആവശ്യമില്ല, സത്കർമ്മങ്ങൾ ആവശ്യമില്ല, നേർച്ച കാഴ്ചകൾ ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ കേവലം വിശ്വസിക്കുന്ന മാത്രയിൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വെള്ളത്തിൽ വിശ്വസിക്കുന്ന മാത്രയിൽ, നിങ്ങൾക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന മാത്രയിൽ നിങ്ങൾക്ക് ദൈവമക്കളായി തീരുവാൻ ഇതാ വിശുദ്ധ വേദപുസ്തകം സുവിശേഷത്തിന്റെ സന്ദേശത്തിൽ കൂടെ നിങ്ങൾക്ക് അനുവാദം തരികയാണ്. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നല്ല കർത്താവേ, ഈ സന്ദേശത്തിന് ചെവി കൊടുത്ത പ്രിയപ്പെട്ടവർ അസമാധാനത്തിൽ കഴിയുന്നുവെങ്കിൽ, തകർച്ചയുടെ വക്കിൽ കഴിയുന്നുവെങ്കിൽ, രോഗത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നുവെങ്കിൽ, ഏതെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തകർന്നെടുത്ത അനുഭവത്തിൽ കടന്നു പോകുന്നെങ്കിൽ, കർത്താവേ, അവിടുന്ന് ഒരിക്കൽ രക്ഷ കണ്ടെത്തുവാൻ പ്രിയപ്പെട്ടവരോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഈ സുവിശേഷ സന്ദേശം ഇവിടെയുള്ള ദേശവാസികൾക്ക്, പ്രിയപ്പെട്ടവർക്ക് വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കും. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് സ്തോത്രം, മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്ദേശം കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കും.